ഹൈ മക്കളെ, ലേണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റ് പേപ്പറുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് മക്കളെ. ഏതാണ്? എൻവിറോൺമെന്റൽ സ്റ്റഡീസ് അല്ലെ. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ പല UG വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പേപ്പറാണ് എൻവിറോൺമെന്റൽ സ്റ്റഡീസ് അല്ലെ. എക്സാമുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്തപ്പോഴായിരിക്കും എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ തരുന്ന മോട്ടിവേഷൻ ആണ് നമുക്കുള്ള ഒരു എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഗസ്റ്റ് പേപ്പറാണ് മക്കളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഗസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ഈ ഒരു EVSന്റെ ഈ ഒരു എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് 50 ക്വസ്റ്റ്യൻസ് അല്ലെ. അതിന്റെ ആൻസർ അടക്കം MCQ ടൈപ്പാണ് നമുക്ക് വരുന്നത്. അത് അവലോകനം ചെയ്യാന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഒരു 5-6 എക്സാം അനലൈസ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ബ്ലോക്കിൽ നിന്ന് പ്രധാനപ്പെട്ട ബ്ലോക്കുകൾ ഏതൊക്കെയാണ്, ഓരോ ബ്ലോക്കിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, അതൊക്കെ കറക്റ്റ് നമ്മൾ പ്രെഡിക്റ്റീവ് ആയിട്ട് തന്നെയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കഴിഞ്ഞ ധാരാളം എക്സാമുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗസ്റ്റ് പേപ്പർ കൊടുത്തിട്ടുണ്ട് എക്സാമിനുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതിന്റെ ഒക്കെ കമന്റ് ബോക്സിലൊക്കെ വിദ്യാർത്ഥികൾ രേഖപ്പെടുത്തിയ കമന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഉപകാരപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ലാഗാക്കുന്നില്ല. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ, കഴിഞ്ഞ ഏതെങ്കിലും എക്സാമിന് നമ്മളെടുത്തുനിന്ന് ഗസ്റ്റ് പേപ്പർ വാങ്ങിയിട്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്, കഴിഞ്ഞ എക്സാം എഴുതിയ സമയത്ത് കഴിഞ്ഞ എക്സാമിന് ഒരു വിദ്യാർത്ഥി എക്സാം എഴുതിയ ഉടനെ നമുക്ക് വിളിച്ചു, സാറേ നിങ്ങളുടെ ഗസ്റ്റ് പേപ്പർ മാത്രം നോക്കിയിട്ടാണ് എക്സാമിന് പോയിട്ടുള്ളത്, അതിൽ നിന്നൊരു 80% നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ മക്കളെ. ഏതാണ് നമ്മുടെ പേപ്പർ? എൻവിറോൺമെന്റൽ സ്റ്റഡീസ് എന്നുള്ളതാണ് അല്ലെ മക്കളെ. BEVAE 181 പല ഡിഗ്രി വിദ്യാർത്ഥികൾക്കും ഇഗ്നോയിലെ പല വിദ്യാർത്ഥികൾക്കും ഇതൊരു MCQ ആയിട്ട് ചോദിക്കാറുണ്ട്. പലരും പഠിക്കേണ്ട ഒരു പേപ്പർ തന്നെയാണല്ലോ, പ്രധാനപ്പെട്ട ഒരു പേപ്പറാണിത്. ഇത്തരത്തിലുള്ള ധാരാളം വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പേപ്പർ പഠിക്കാനുണ്ട് അല്ലെ. അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 50 MCQ ഗസ്റ്റ് പേപ്പറാണ് ഇതിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. മക്കളെ നോക്കൂ, ആരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്? 2026 എക്സാം എഴുതാൻ പോകുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഡിസംബർ ആയിക്കോട്ടെ, ജൂൺ ആയിക്കോട്ടെ, 2026 എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പ്രഡിക്റ്റീവ് ആയിട്ട് ഗസ്റ്റ് പേപ്പർ ആയിട്ട് അവർ പഠിച്ച വിഷയങ്ങളൊന്ന് റിവിഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് കേവലം ഒരു ജസ്റ്റ് ഉണ്ടാക്കിയതല്ല, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യങ്ങൾ എടുത്തിട്ട് അതിൽ നിന്ന് ഏതൊക്കെയാണോ പ്രധാനപ്പെട്ടത് ചോദിച്ചിട്ടുള്ളത് അത് വെച്ചിട്ടാണ് ഇതിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇത് 2025 ജൂണിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അതേടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡിസംബർ കഴിഞ്ഞ എക്സാമിന് ഡിസംബർ 2025 ചോദിച്ച എക്സാം പേപ്പറാണ്. ഇതൊക്കെ നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ഗൂഗിളിൽ വന്നിട്ട് ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചു കൊടുത്താൽ ഡയറക്റ്റ് വരും. ജസ്റ്റ് നിങ്ങൾ എന്താ ഇയർ കൊടുക്കുക, നിങ്ങളുടെ ക്വസ്റ്റ്യന്റെ കോഡും എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ കൊടുക്കുക കേട്ടോ മക്കളെ. അപ്പോൾ 50 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സാമിന് നോർമൽ ചോദിക്കാനുള്ളത് അല്ലെ. 50 ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ്. കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം മക്കളെ. മൈനസ് മാർക്കോ കാര്യങ്ങളൊന്നുമില്ല. 50 ക്വസ്റ്റ്യൻസ് ഏതാണോ ശരിയായിരുന്നു ഓരോ മാർക്ക് വീതം നമുക്ക് കിട്ടുന്നതാണ് അല്ലെ. 2 മണിക്കൂർ മാത്രം നമുക്ക് സമയമുള്ളൂ മക്കളെ. 2 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം നമ്മൾ, അപ്പൊ 1 മണിക്കൂറിന് 25 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. അങ്ങനത്തെ 50 ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. സമയം എക്സാം ഹാളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം മാനേജ്മെന്റിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലെ. എത്രയോ എക്സാം നമ്മൾ +2 വരെ എക്സാം എഴുതി കഴിഞ്ഞ് ഡിഗ്രിയുടെ എക്സാം പല വിഷയങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതൊക്കെ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. OMR ബേസ്ഡ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് അല്ലെ. നോക്ക് മക്കളെ, നമ്മുടെ ഗസ്റ്റ് പേപ്പർ, ഈ ഒരു ഗസ്റ്റ് പേപ്പർ ഏകദേശം 50 ക്വസ്റ്റ്യൻ ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മളിത് എന്ത് ചെയ്യുന്നില്ല, മുഴുവനായിട്ട് ഇവിടെ പരിചയപ്പെടുത്തുന്നില്ല. മുഴുവനായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് ടൈമിന് ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് മക്കളെ, ഈ ഒരു PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട നോക്ക് മക്കളെ, ഈ ഒരു ഗസ്റ്റ് പേപ്പർ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താണ് നോക്കൂ, റീഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ദ 4 ഓപ്ഷൻസ് ഫസ്റ്റ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ വായിക്കുക. എന്നിട്ട് 4 ഓപ്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം വായിക്കണം. നിങ്ങൾ നല്ലോണം ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ആൻസർ ഏതാണ് ശരിയായത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതനുസരിച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ തന്നിട്ടുള്ള ഈ ഒരു പ്രഡിക്റ്റീവ് ആയിട്ടുള്ള നമ്മളെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് നോക്കുക.
രണ്ടാമത്തെ നോക്കൂ, ചെക്ക് ദ ഗ്രീൻ. നമ്മൾ ഇവിടെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഗ്രീൻ ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പോക്കുക, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. മൂന്നാമത്തെ നോക്കൂ, വൈ ബോക്സ് ഉണ്ട് അല്ലെ, താഴെ ഭാഗത്ത് എന്തുകൊണ്ട് എന്നുള്ള ഇത് ശരിയാകാനുള്ള ചാൻസ് കൊടുത്തിട്ടുണ്ട്. അത് ബ്ലൂ എങ്കിലാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആ വൈ ബോക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക മക്കളെ. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട അല്ലെ, നോട്ട്സ് ദ ഓതേഴ്സ്, എക്സ്ട്രാക്ട് നമ്പർ ആക്ട്സ്, ഇതിൽ കുറെ നിയമങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, ആക്ടുകൾ പറയുന്നുണ്ട്, നമ്പറുകൾ പറയുന്നുണ്ട്, വർഷങ്ങൾ പറയുന്നുണ്ട്, ഓതേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ആ ഭാഗമൊക്കെ നിങ്ങൾ കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, കറക്റ്റ് നിങ്ങളുടെ മൈൻഡിൽ ഓർക്കാൻ പറ്റുന്ന രൂപത്തിൽ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ടും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞൊരു ഫാസ്റ്റിലെ എക്സാം പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് മാത്രം തയ്യാറാക്കിയിട്ടുള്ള ഒരു ഗസ്റ്റ് പേപ്പറാണ് ഇത് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു PDF നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ്. ഈ ഒരു PDF നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ താഴെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, അതേപോലെ തന്നെ നമ്മുടെ ചാറ്റ് ചെയ്യാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു PDF നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നതാണ് കേട്ടോ. ചെറിയൊരു പേയ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു PDF-ന് വേണ്ടിയിട്ട് നിങ്ങൾ നൽകണം. ചെറിയൊരു പേയ്മെന്റ് ആണ്, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള ചെറിയൊരു പേയ്മെന്റ്, കൂടുതലൊന്നുമില്ല. അപ്പൊ ആ ഒരു PDF ആവശ്യമുള്ളവർ വാട്സപ്പിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. മക്കളെ നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഇതില് ബ്ലോക്ക് 1-ലെ ക്വസ്റ്റ്യനാണ്, ബ്ലോക്ക് 1-ലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ 1 മുതൽ 12 വരെ ബ്ലോക്ക് 1-ൽ നിന്ന് പ്രധാനപ്പെട്ട കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ എക്സാമിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് നോക്കൂ, പ്രധാനപ്പെട്ടതാണ് മക്കളെ. നിങ്ങൾ എന്തില്ലെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ നോക്കി പഠിച്ചിട്ട് വേണം പോവാൻ കേട്ടോ. നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ ബ്രൺലൻ കമ്മീഷൻ റിപ്പോർട്ട് 1987 ഈസ് ടൈറ്റിൽഡ്, അഥവാ എന്താണ് പറയുന്നത്, ഇത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലെ. 4 ഓപ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് ഒന്നാമത്തെ തന്നെയാണ്, അഥവാ അവർ കമ്മീഷൻ ഫ്യൂച്ചർ എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. ഇത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. മലയാളത്തിലുള്ള നല്ലൊരു വിശദീകരണം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയ രൂപത്തിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ബർലൻ കമ്മീഷൻ റിപ്പോർട്ട് 1987 എന്ന റിപ്പോർട്ടിന്റെ ഔദ്യോഗിക പേര് അല്ലെ എന്താണ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഔദ്യോഗിക പേര് എന്ന് പറയുന്നത് അവർ കോമൺ ഫ്യൂച്ചർ എന്നാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ഒരു പേരെന്ന് പറയുന്നത് മക്കളെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാണ്, വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ, ഇവരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, തയ്യാറാക്കിയിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ എന്ത് ചെയ്യാനുള്ളത്, വൈ എന്നുള്ള ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു മലയാള പരിഭാഷയാണ് ഈ പറയുന്നത് അല്ലെ. കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇതിന്റെ നോക്കൂ, അധ്യക്ഷനായിരുന്നത് ബർലന്റെ ആയതിനാലാണ് ഇതിന്റെ ബർലൻ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് മക്കളെ. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യത്തെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ റിപ്പോർട്ടിന്റെ പ്രധാന ആശയം എന്താ നോക്കൂ മക്കളെ. ഈ റിപ്പോർട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഥവാ സുസ്ഥിര വികസനം എന്ന ആശയവുമായി ബന്ധപ്പെട്ട് ലോകത്തിന് അവതരിപ്പിച്ചതാണ് അല്ലെ. എന്താണ്, ഇപ്പോഴത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ, നമ്മളിപ്പോഴത്തെ നിലവിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ യുഗത്തിന്റെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ ഭാവിയിലെ തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിനെ ബാധിക്കാത്ത വികസനമായിരിക്കണം എന്നുള്ളതാണ് ഇത് പറയുന്നത് അല്ലേ. ഓക്കെ മക്കളെ, ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളൊക്കെ ഇതായി വീണ്ടും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് മറ്റു ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നില്ല, തിരഞ്ഞെടുക്കുന്നില്ല, കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, പഠിക്കാൻ നോക്കി പോവാട്ടോ മക്കളെ. അതേപോലെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെന്ത് ചെയ്യുക, നിങ്ങൾ അതേപോലെ നോക്കി പോവാ എന്നുള്ളത് എന്ന് മാർഗുള്ളൂ. അപ്പോൾ ഈ എക്സാം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മൈൻഡ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഇത് പഠിച്ചു പോയാൽ തന്നെ മാർക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യില്ല, ഈ എക്സാമിന് essay മാതിരി കച്ചടിക്കാനൊന്നും പറ്റൂല. നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് പോയിന്റുകൾ പഠിച്ചു പോയാൽ തന്നെ കറക്റ്റ് മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു PDF ആവശ്യമുള്ളവർ ഏകദേശം 50ഓളം ക്വസ്റ്റ്യന്റെ ഈ ഒരു എക്സാമിന് പ്രഡിക്റ്റീവ് ആവുന്ന 50ഓളം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് മക്കളെ. ഈ PDF ആവശ്യമുള്ളവർ നമ്മളായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി ഗോൾസ് ആർ ദർ അണ്ടർ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അല്ലെ. ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട എത്ര ഗോളുകൾ ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 1-ലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. 9, 25, 17, 8. ഇതിന് ആൻസർ വരുന്നത് എത്രയാണ്, 17 ആണ് ആൻസർ വരുന്നത് അല്ലെ. എത്ര ഗോൾ ഉണ്ട് എന്നുള്ള, ഗോൾ എന്ന് പറഞ്ഞാൽ പന്തളി ഫുട്ബോളിലെ ഗോളല്ല കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എത്ര ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുള്ള ഗോളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് മനസ്സിലാക്കി പോവുക. ഓക്കെ, എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ ഒന്നും പാടെ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ നമുക്ക് നോക്കാം.
സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സ് ഗോൾ എന്നത് ഐക്യരാഷ്ട്രസഭ അല്ലെ UN എന്ന് പറയുന്ന യുണൈറ്റഡ് നാഷൻസ് ലോകത്തെ കൂടുതൽ നല്ലതും സുസ്ഥിരവുമാക്കാൻ വേണ്ടി നിശ്ചയിച്ച ലക്ഷ്യങ്ങളാണ് അല്ലെ. എന്താ നോക്കൂ, 2015 UN എന്ത് ചെയ്തിട്ടുണ്ട്, 2030 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടി സ്വീകരിച്ചിട്ടുണ്ട്. 2025 ഈ ആക്ഷൻ കമ്മിറ്റി വരുന്നതും തീരുമാനിച്ചതും എന്താണ്, അജണ്ട മിഷൻ 2030 അല്ലെ. പ്രധാനപ്പെട്ട നമ്മുടെ നാച്ചുറുമായി ബന്ധപ്പെട്ട് UN ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മിഷനാണ് അല്ലെ 2030 അജണ്ട എന്നുള്ളത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഭാഗമായിക്കൊണ്ട് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു 17 ഗോളുകൾ ഉണ്ട്. അതാണ് ഈ അജണ്ടയിൽ പറയുന്നത് അല്ലെ. എത്ര ഗോളുകളാണുള്ളത് മക്കളെ? 17 ഗോളുകൾ. അത് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അതേപോലെ ഉപലക്ഷ്യങ്ങളായിട്ട് എത്ര ഉണ്ട്? 17 ടാർഗറ്റുകൾ ഉണ്ട്. 169 ഉപലക്ഷ്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എത്രയാണ്? 17 ഗോളുകൾ എന്നുള്ള നമ്മൾ എഴുതേണ്ടത് മക്കളെ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഹൈ ആണ് മക്കളെ. നിങ്ങൾ മനസ്സിലാക്കി പോവാട്ടോ. എന്തുകൊണ്ട് ഈ 17 ഗോളുകൾ എന്നുള്ളതാണ്? എന്തൊക്കെയാണുള്ളത്? ലോകത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, 17 പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചതാണ്. ഉദാഹരണത്തിന് എന്താണ്? ദാരിദ്ര്യം ഇല്ലാതാക്കുക അല്ലെ, നോ പോവർട്ടി. അതേപോലെ തന്നെ വിശപ്പില്ലാത്ത ലോകം, ഇതിന്റെ ഭാഗമായിക്കൊണ്ട് UN തീരുമാനമെടുത്തതാണ്. നല്ല ആരോഗ്യം, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ലിംഗസമത്വം അല്ലെ. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എത്ര ഗോളുകളാണ് ഉള്ളത് മക്കളെ? 17 ഗോളുകളാണ് ഇതിനകത്ത് വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നാലാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതേപോലെ ഇവിടെ കാണാൻ പറ്റും മക്കളെ. ഓരോ ക്വസ്റ്റ്യനും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. നോക്കൂ മക്കളെ, അങ്ങനെ നമ്മൾ ഏകദേശം ഇതിൽ 50ഓളം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് കറക്റ്റ് പറയുന്നുണ്ട്. ബ്ലോക്ക് 4മായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 50ാമത്തെ ക്വസ്റ്റ്യൻ അതിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് പറയുന്നുണ്ട്. ഈ PDF-നകത്ത് നിങ്ങൾക്ക് ഇങ്ങനെയും പഠിക്കാം. ഒന്നാമത്തിന്റെ ആൻസർ, രണ്ടാമത്തിന്റെ ആൻസർ എന്താണ് കറക്റ്റ് ഇതേപോലെ കൊടുത്തിട്ടുണ്ട് മക്കളെ. ഈ ഒരു PDF ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ വാട്സപ്പിൽ ഇവിടെ വാട്സപ്പിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. കമന്റ് ബോക്സിൽ നമ്മളെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ മക്കളെ. PDF ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം മക്കളെ. ഓക്കെ, താങ്ക് യു.